പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 5,64,000 ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് മിഷൻ വഴി 4,64,000 വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് പൂർത്തിയായെന്നും നിലവിൽ 1,00,000 വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സമ്മേളനത്തിൽ എച്ച് സലാം MLA അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് അഭിമാനകരവും വൈവിധ്യമാർന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് MLA പറഞ്ഞു. 64 ലക്ഷം 600 രൂപയിൽ 1,600 രൂപയിലേക്ക് ഈ കേരളത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റാണിത്. ഈ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ ആളുകളുടെ എണ്ണം കുറവാണ്. ഇവിടെ പറയാൻ ജാതി മതവും വർഗീയതയും ഒക്കെ പറഞ്ഞു നടക്കാനാണ് എനിക്ക് ഇഷ്ടം. അതൊക്കെ എനിക്കൊരു ഇഷ്ടമാണ്. നാട്ടിൽ ജാതി മതവും വർഗീയതയൊക്കെ പറയാൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊന്നും കാണണം. ഒരാളിനെ ജയിപ്പിച്ചാൽ ആ ആള് ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ സലാമിനെ നിങ്ങൾ 4 വർഷം മുമ്പ് ജയിപ്പിച്ച അന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് മാത്രമല്ല അതിൽ കൂടുതലാണ് ആ MLA ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, താൻ അന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലോട് ചോദിക്കാം. പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചപ്പോ പറഞ്ഞ മുഴുവൻ കാര്യം ചെയ്തു. എവിടുന്നാവണം? സർക്കാർ ഉടമ്പെടുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതിന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നല്ല ടീം വർക്കാണ് കേരളം. കേരളം മാറി, ഇനിയും മാറും. ആര് വിചാരിച്ചാലും അതിനെ നടത്താൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പഞ്ചായത്ത് നടക്കുന്ന ഈ പ്രവർത്തനം. ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനം. ഇനിയും ലോകത്തിലെ എല്ലാ അവാർഡുകളും കിട്ടാനുള്ള സാധ്യത സൗകര്യമാണ്. ഇന്ത്യയിൽ കിട്ടാവുന്നതിനെ മേടിച്ചു. വളരെ മാതൃകാപരമായ പ്രവർത്തനം. വികസനത്തിന് രാഷ്ട്രീയമില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഒരു കാരണവശാലും വികസനത്തിന് രാഷ്ട്രീയം കാണിക്കില്ല. ഇവിടെ എനിക്കറിയാം, പല പാർട്ടികളുടെ ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി ഏത് പാർട്ടി എന്നുള്ളതല്ല, ജയിച്ചു കഴിഞ്ഞാൽ അവർ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. അതിൽ രാഷ്ട്രീയമില്ല. എല്ലാവരെയും യോജിപ്പിച്ച് ചേർത്ത് പിടിച്ച് നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനം. നമ്മളെല്ലാം മനുഷ്യരാണ്. മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ടാണ്